നിലമ്പൂർ സംഭവത്തിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. മൃതദേഹ പരിശോധനയുടെ പ്രാഥമിക വിവരങ്ങൾ തന്നെ വ്യാജ ഏറ്റുമുട്ടൽ ആരോപണം ബലപ്പെടുത്തുന്ന നിരവധി തെളിവുകൾ പുറത്തുവന്നിരുന്നു. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമാകും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുക. നിലമ്പൂരിലെ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ട കുപ്പുരാജിന്റെയും അജിതയുടെയും മൃതദേഹങ്ങൾ കനത്ത പോലീസ് കാവലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതോടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. നിലമ്പൂരിൽ ആർഡിഒയുടെ സാന്നിധ്യത്തിൽ നടന്ന ഇൻക്വസ്റ്റ് നടപടികളിലടക്കം നിയമപ്രശ്നങ്ങളുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഈ ഒരു മാർഗം കേരളത്തിലെ ഭരണകൂടം ഉപയോഗിക്കുന്നതിനോട് നമുക്ക് ശക്തമായ വിയോജിപ്പാണുള്ളത്. അതായത് കുപ്പു ദേവരാജിനെയും അജിത എന്ന സഹോദരിയെയും വെടിവെച്ച് കൊന്നതിൽ അപാകതയുണ്ട്. തീർച്ചയായിട്ടും അത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് മനുഷ്യാവകാശ ലംഘനമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പ്രാഥമിക വിവരങ്ങളിൽ തന്നെ ബന്ധുക്കളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ആരോപണങ്ങൾക്ക് കരുത്തു പകരുന്ന നിരവധി വിവരങ്ങളും പുറത്തു വന്നിരുന്നു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹത്തിൽ കണ്ടെത്തിയ വെടിയുണ്ടകളും ക്ഷതങ്ങളും ഇവർ ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടെ വിഷയം കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിമാറും. നിലവിലെ സാഹചര്യത്തിൽ ബന്ധുക്കൾ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാനാണ് സാധ്യത. റിപ്പോർട്ടർ, കോഴിക്കോട്.